കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ നാളെ നമ്മൾ കാണുന്ന ആകപ്പാടെ തകർന്ന മനസ്സുമായിട്ട് പ്രകാശം വീട്ടിലേക്ക് വരുവാണ്. ഈ സമയം പ്രകാശനോട് ഭാനുമതി മുത്തശ്ശി ചോദിച്ചു, എന്തായുടെ മോനെ പോയിട്ട് ആ കിരണും കല്യാണിയൊക്കെ കണ്ടോന്ന് ചോദിക്കാണ്. ഇല്ലമ്മേ, അവരെ കണ്ടില്ല. പകരം ദീപയുണ്ടല്ലോ, അവളെ കണ്ടു. അവളെ കണ്ട് 4 വർത്താനം പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വരുന്നേന്ന് പറയാണ്. ഈ സമയം അങ്ങോട്ടേക്ക് വിക്രം ചെല്ലുവാണ്. വിക്രം ചെന്നിട്ട് പറഞ്ഞു, എന്തായി അച്ഛാ, അച്ഛൻ രണ്ടെണ്ണം പറഞ്ഞിട്ട് പോരാൻ വരാനും ചോദിക്കും. ഞാൻ പറഞ്ഞിട്ട് പോന്നിട്ടുണ്ട്. അവരുടെ വിചാരം എന്താ, എന്റെ കല്യാണം മുടങ്ങുന്നൊക്കെ ആയിരുന്നു. പക്ഷെ കല്യാണം ഒന്നും മുടങ്ങാൻ പോകുന്നില്ലോ എന്ന് പറയാണ്. ഇത് കേട്ടതും വിക്രം പറഞ്ഞു, അല്ല അച്ഛാ, എനിക്കൊരു സംശയമുണ്ട്. ഇനിയിപ്പൊ കാർത്തിയേച്ചി എങ്ങാനും ഇനിയിപ്പം കാർത്തിയേച്ചിയുടെ അമ്മയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കോ? അങ്ങനെ വന്നിട്ടുണ്ട് കല്യാണം മുടങ്ങത്തില്ലേന്ന് ചോദിക്കും. അങ്ങനെ വരാൻ വഴിയില്ലടാ, അങ്ങനെ ഒരിക്കലും പറയാനൊന്നും പോകുന്നില്ലെന്ന് പറയാം. പക്ഷെ എനിക്ക് നല്ല സംശയമുണ്ട് അച്ഛാ, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഈ കല്യാണം മുടങ്ങുമെന്ന് പറയാം. നമ്മൾ ഉദ്ദേശിച്ചിടത്തൊന്നും കാര്യം നിൽക്കില്ല എന്ന് പറയാണ്. ഭാനുമതി മുത്തശ്ശി പറഞ്ഞു, അത് ശരിയാ. ഒരു പക്ഷെ ഏത് പെണ്ണാ ഇങ്ങനെ ഒരു ഇതുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ സമ്മതിക്കുന്നേ. അത് പോരാത്തേന് ഇപ്പൊ നിന്റെ പേര് കേസും കൂടെ ഇല്ലടാ പ്രകാശ. അങ്ങനെയാണെങ്കിൽ നീ മഹാലക്ഷ്മിനെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകത്തില്ലേന്ന് ചോദിക്കാം. ഇത് കേട്ടതും പ്രകാശന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പ്രകാശം പറഞ്ഞേ, അങ്ങനെയൊന്നും ഉണ്ടാകാൻ പോകത്തില്ല. എന്താണ് കാർത്തി ഈ കാര്യങ്ങളൊന്നും പറയാൻ പോകുന്നില്ല. അവൾക്ക് പറയാനാണെങ്കിൽ മുമ്പേ പറയായിരുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട് അച്ഛാ, കാർത്തികേശ് പറഞ്ഞില്ലെങ്കിലും വേറെ നാട്ടുകാരുണ്ടല്ലോ, അവര് പറഞ്ഞാൽ എന്ത് ചെയ്യും? അവർക്ക് പറയാലോ എന്ന് പറയാണ്. ഇതിവിടെ ഭാനുമതി മുത്തശ്ശി പറഞ്ഞു, അത് ശരിയാ. ആ കിരണും കല്യാണിയും ഒക്കെ തക്കം പാർത്തിരിക്കുക നമുക്കിട്ടൊരു പണി തരാനായിട്ട്. അങ്ങനെയാണ് അവരെ ഉറപ്പായിട്ടും പറഞ്ഞു കൊടുക്കും. പ്രകാശനാണ് ആകെപ്പാട് ടെൻഷനായി. പ്രകാശൻ പറഞ്ഞു, നിങ്ങൾ എന്നെ കൂടെ സമാധാനം കളയല്ലേ. എനിക്ക് ആ പാടെ ഉള്ള മനസ്സമാധാനോട് പോയി കിട്ടി. അങ്ങനെയാണ് ഒന്നിനെ ഞാൻ വെറുതെ വെച്ചേക്കില്ല. ഈ കല്യാണം നടന്നില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറയാണ്. വിക്രം പറഞ്ഞു, അച്ഛൻ എനിക്ക് വിട്ടു തന്നേരെ, ഞാൻ കൊടുത്തോളാം, ബാക്കി പണി ഞാൻ നോക്കിക്കോളാന്ന് പറയാം. ഇപ്പൊ ഒന്നുമില്ലെങ്കിൽ ഞാനൊരു കമ്പനിയുടെ MD അല്ലേ, എനിക്കും പലതും ചെയ്യാൻ കഴിയൂന്ന് പറയാം. പ്രകാശം പറഞ്ഞു, ദൈവത്തെ ഓർത്ത് ഇപ്പൊ നീ ഒന്നും ചെയ്യാൻ പോലട മോനെ. അല്ലെങ്കിൽ തന്നെ അറിയാലോ, വെട്ടും കുത്തുമായിട്ട് നടന്ന് ഒരു വിധത്തിലാണ് നിന്നെ എന്നോട് പിടിച്ച് തളച്ചിട്ടിരിക്കുന്നത്. ഇനി അടുത്ത പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കാർത്തിയമോളുടെ മുന്നിൽ എനിക്ക് പിടിച്ചേക്കാൻ പറ്റില്ല. നിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോ അവളുടെ അടുത്തേക്ക് ചെല്ലാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ തന്നെ എന്റെ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്യണം നടത്ത് ഇരിക്കുക. ആ സമയത്ത് ഇനി അടുത്ത പ്രശ്നം കൂടെ നീ ഉണ്ടാക്കി വെക്കല്ലേന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വിക്രം പറഞ്ഞു, ശരി, എന്താന്ന് വെച്ചാൽ നോക്കാന്ന് പറയാണ്. കാർത്തിച്ച് പറയുമോ ഇല്ലയോ എന്നൊക്കെ ആലോചിക്കാന്ന് പറയാണ്. ഈ സമയത്ത് മുറിയിലുണ്ടായ കാർത്തികയുടെ ഫോണിലേക്ക് ലക്ഷ്മി വിളിക്കുകയാണ്. ലക്ഷ്മി വിളിച്ചിട്ട് ചോദിച്ചു, എന്തായി മോളെ കാര്യങ്ങളൊക്കെ? എന്റെ അമ്മേ, എല്ലാവരും ആകെപ്പാടെ മൂട്ടിന് തീ പിടിച്ചൊരു അവസ്ഥയിൽ ഓടിപ്പാഞ്ഞ് നടക്കുവാന്ന് പറയാണ്. അതെന്തു പറ്റി? എന്ത് പറ്റാനാന്ന് പറ. ഒന്നും പറയണ്ട, എല്ലാവർക്കും നല്ല ടെൻഷൻ ആയിട്ടുണ്ട്. ഇനി ഞാൻ അമ്മയോട് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയുമെന്ന് എല്ലാവർക്കും നല്ല പേടിയാന്ന് പറയാണ്. അത് കൊള്ളാലോ, ആ പേടി എപ്പോഴും വേണം മോളെ. അല്ല ഇനിയിപ്പം നീ എന്നെ കാണണമെന്നെങ്ങാനും പ്രകാശം പറഞ്ഞിട്ടുണ്ടെ എന്ത് ചെയ്യും? അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. അതൊന്നും ഓർത്ത് അമ്മ പേടിക്കണ്ട കേട്ടോ. പിന്നെ ഇനി വലിയ ആള് കളിച്ചോണ്ട് അവർ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും, അതെ അമ്മ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെന്ന്. അപ്പൊ അമ്മയ്ക്ക് ചില സംശയങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ എന്താളും നൈസായിട്ടും കൂടെ ഒഴിവാക്കി വിടാം. അമ്മ തൽക്കാലത്തേക്ക് ഒരു കാര്യത്തിലും പേടിക്കണ്ട. അത് മാത്രമല്ല, ഇടയ്ക്ക് ആ SI ഒന്ന് പോയി കാണണം. ഇടയ്ക്ക് പ്രകാശനെ വിളിച്ച് ഒന്നുകൂടെ ഒന്ന് ചോദ്യം ചെയ്യാനൊക്കെ പറയണമെന്ന് പറയാം. ഇത് കേട്ടാൽ ലക്ഷ്മിയമ്മ പറഞ്ഞു, അതൊക്കെ ഞാൻ ഏറ്റുമോളെ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറയണം. ആ സമയം നിഷ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അപ്പൊ നിഷയുടെ ഒരു കസിൻ ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ടായിരുന്നു. അവരെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ്. അങ്ങനെ അവരെ കണ്ടിട്ട് ഇറങ്ങുമ്പോഴാണ് അവിടെ വെച്ച് ശാരീനെ കാണുന്നത്. ശാരി നിഷേനെ കണ്ടത് ഓടിച്ചു. ആഹാ മോളെ, എന്നെ മനസ്സിലായെന്ന് ചോദിക്കുക. ആ മനസ്സിലായി, കല്യാണം വിളിക്കാൻ വന്നപ്പോ ഞാൻ കണ്ടായിരുന്നു. അല്ല ആന്റി എന്താ ഇവിടെ? ഞാനോ, മോള് പ്രസവിച്ചു കിടക്കുക സാരി. ഇത് കേട്ടതും നിഷയ്ക്ക് സഹതാപോ തോന്നി അവരോട്. കാരണം ആ മനോഹറിന്റെ ഒരു കുഞ്ഞിനെയാണല്ലോ പ്രസവിച്ചെന്നുള്ള കാര്യം ഓർത്തിട്ട്. പിന്നീട് നിഷയോട് ചോദിച്ചു, എങ്ങനെയുണ്ട് മോളുടെ വിവാഹ ജീവിതമൊക്കെ? പിന്നെ എന്റെ വിവാഹ ജീവിതം നല്ലതല്ലേ. ഇത്ര സന്തുഷ്ടമായ ജീവിതം ആർക്കും കിട്ടിയിട്ടില്ല. ഒരു ശത്രുക്കളൊക്കെ പോലും കിട്ടില്ല എന്ന് ഞാൻ പ്രാർത്ഥിക്കണേന്ന് പറയാം. അയ്യോ അതെന്ത് പറ്റി മോളെ? എന്താ കാര്യം നിൽക്കും? എന്ത് ചെയ്യാൻ എന്റെ ആന്റി? എന്റെ ഭർത്താവെന്ന് പറഞ്ഞ ഒരുത്തന്, അവന് കുറെ പെണ്ണുകുട്ടിയുടെ വിവാഹം കഴിച്ച ഒരു കല്യാണി വീരൻ തന്നെയായിരുന്നു. പക്ഷെ കല്യാണത്തിന് ശേഷം ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഞങ്ങൾ എല്ലാരും കൂടി ചേർന്ന് അവനെ കൊണ്ട് അടിച്ചു ഓടിച്ചെന്ന് പറയാണ്. അയ്യോ അത് കുറെ കഷ്ടമായി പോയല്ലോ, എന്ത് ചെയ്യാനെന്ന് പറ. അല്ല അമേരിക്ക വലിയ ബിസിനസ്സുകാരനാന്നൊക്കെ അല്ലേ പറഞ്ഞേ? അത് ശരിയാ, അമേരിക്ക ബിസിനസ്സുകാരനൊക്കെയാ. പക്ഷെ പറഞ്ഞൊരു കാര്യമില്ലെന്ന് പറയാണ്. ഇത് കേട്ടപ്പോ ശാരി പറഞ്ഞു, എന്നാലും ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെയുള്ള ആൺകുട്ടികളൊക്കെ ഉണ്ടോ? ഇതാ പറഞ്ഞ നോക്കിയും കണ്ടും ഒക്കെ ഓരോ സെലക്ട് ചെയ്യണമെന്ന്. അതൊക്കെ എന്റെ മോളുടെ ഒരു ഭാഗ്യം. അതെ അതെ, അത് ഭയങ്കര ഒരു ഭാഗ്യം തന്നെയാ എന്റെ ആന്റി.
അതൊന്ന് കണ്ടു പഠിക്കേണ്ടത് തന്നെയാന്ന് പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അല്ല മോളെന്താ അങ്ങനെ പറഞ്ഞേ? അതൊക്കെ ആന്റിക്കിന് വഴിയാ മനസ്സിലാവാൻ പോകുന്നുള്ളൂ. നമ്മളൊന്നും ഭാഗ്യമാണെന്ന് കരുതണ്ട. ഭാഗ്യമാണോ നിർഭാഗ്യമാണെന്ന് വഴി അറിഞ്ഞോളൂ എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശാരിയുടെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി. എന്തുകൊണ്ടായിരിക്കും അവരങ്ങനെയൊക്കെ പറഞ്ഞേ? എന്തോ കാര്യമുണ്ടല്ലോ. പക്ഷെ കൂടുതലൊന്നും പറയാൻ പോയില്ല. എന്നാ ശരി ആന്റി, ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ് നിഷ. ഈ സമയത്ത് ശാരി ഓർത്തു, ആ പെൺകൊച്ചിന് കല്യാണം കഴിച്ചിട്ട് അധിക ദിവസം പോയില്ല. പക്ഷെ അപ്പോഴത്തേക്കും അവളുടെ വിവാഹ ജീവിതം ആകെപ്പാടെ അലങ്കോലമായി പോയി. അങ്ങനെയൊക്കെ ഓർത്ത് ചിന്തിച്ചോണ്ടാ മുറിയിലേക്ക് വരുന്നത്. അപ്പൊ സരയു ചോദിച്ചു, എന്താമ്മേ അമ്മയുടെ മുഖത്ത്? എന്തോ അമ്മ ചിന്തിച്ചോണ്ടാണല്ലോ വരുന്നതെന്ന് പറയണം. അതെ, ഞാനിവിടെ വെച്ചപ്പോ ആ നിഷേനെ കണ്ടായിരുന്നു. മനസ്സിലായോ? ആ ശിവദാസമേനോന്റെ മോളെ. അതെ, ആ പെങ്കുച്ചിന്റെ കല്യാണം ഈയിടെ കഴിഞ്ഞല്ലേ ഉള്ളൂ. അതിന്റെ കുടുംബജീവിതം തകർന്നെന്ന്. തകർന്നെന്നോ? അത് മോളെ, അതെ, അതിനെ കല്യാണം കഴിച്ചവന് ഒരു കല്യാണ വീരനായിരുന്നാ പറഞ്ഞേ. അവൻ കുറെ പെൺകുട്ടികളെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവർ ഈ വിവാഹബന്ധം വേർപ്പെടുത്തിയെന്ന് പറയാണ്. അവരിട്ട് നല്ല ചതയം കൊടുത്ത് അവനെ പറഞ്ഞയച്ചെന്ന്. ഇത് കേട്ട സരയെ പറഞ്ഞു, എന്റെ പൊന്ന് അമ്മ, എന്ത് ചെയ്യാനാ? ഇന്നത്തെ കാലത്തുണ്ട് ഇങ്ങനെ കുറെ ആണുങ്ങളെന്ന് പറയണം. അപ്പോഴേക്കും മനോഹർ അങ്ങോട്ട് വന്നു. എന്താ രണ്ടുപേരും കൂടെ ഒരു സംസാരം? അല്ല, ആ നിഷ എന്ന് പറയുന്ന ആ പെണ്ണില്ലായിരുന്നോ അവളുടെ വിവാഹബന്ധം തകർന്നേ? വിവാഹബന്ധം തകർന്നോ? ഒന്നും അറിയത്തില്ലാത്ത മട്ടി മനോഹർ ചോദിക്കുകയാണ്. അതെ മനുവേട്ടാ, എല്ലാരും മനുവേട്ടനെ പോലെ ആവണമെന്നില്ലല്ലോ. ഇത് അയാള് കുറെ കല്യാണമൊക്കെ കഴിച്ചായിരുന്നു. കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം നിഷ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നേ. അതുകൊണ്ട് അവര് ഡിവോഴ്സ് നടത്തിയെന്നൊക്കെയാ പറയുന്ന കേട്ടെ എന്ന് പറയാണ്. ഇത് കേട്ടതും മനോഹറിനാണ് ആകെപ്പാടെ ടെൻഷനായി. ദൈവമേ, ഇനി ഞാൻ ഇവളിപ്പോഴെങ്ങാനും അറിയോ? ഒരു കാരണവശാലും ഇപ്പൊ അറിയാൻ പാടില്ല. താൻ ഇവിടുന്ന് പോയി കഴിഞ്ഞതിന് ശേഷം കുഴപ്പമില്ല അറിഞ്ഞാലും. പക്ഷെ ഇപ്പൊ അറിഞ്ഞിട്ടോടെ ആ പാടെ പ്രശ്നവും. തനിക്ക് കിട്ടാനുള്ള പണം കൂടെ കിട്ടത്തില്ല. ആ പണം മേടിച്ചോണ്ട് വേണം എങ്ങനെയും ഇവിടെ നിന്ന് മുങ്ങാനായിട്ട്. പിന്നീട് മനോഹർ പുറത്തേക്ക് ഇറങ്ങിയിട്ട് രാഹുലിനെ വിളിക്കുകയാണ്. രാഹുലിനെ വിളിച്ചിട്ട് പറഞ്ഞു, അതേ, എനിക്ക് തരാന്ന് പറഞ്ഞ പണം അത് എത്രയും പെട്ടെന്ന് കിട്ടണമെന്ന് പറയാം. ഇത് കേട്ടതിന് രാഹുൽ പറഞ്ഞു, അതിന് ഞാനിവിടെ നോട്ട് അച്ചടിച്ച് വെച്ചിട്ടൊന്നും ഇല്ലാന്ന് പറയണ. അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. അറിയാലോ, താനുള്ള പയ്യണോ എത്രയും പെട്ടെന്ന് തരണം. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ എല്ലാ സത്യങ്ങളും വിളമ്പിട്ട് ഒരു പോക്കം കൂടെ പോകും. അത് വേണോ അതോ എനിക്ക് പണം തരണോ? നിങ്ങൾ എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചോളാൻ പറയാ. ഇത് കേട്ടുകഴിഞ്ഞപ്പം രാഹുൽ പറഞ്ഞു, നീ ഒന്ന് സമാധാനപ്പെട്. എന്താണെങ്കിലും ഇതുവാ ഇത്രമായി. 2 ദിവസം ക്ഷമിക്കുക. എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്യാന്ന് പറയാണ്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കും കൊള്ളാം. അല്ലെങ്കിൽ എനിക്കൊന്നും പോകാനില്ല. ഞാൻ അങ്ങോട്ട് പൊടിയും തട്ടി അങ്ങോട്ട് പോകത്തോളെന്ന് പറഞ്ഞിട്ട് മനോഹർ അങ്ങോട്ട് കോള് കട്ടി വേണം. രാഹുലിന് ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ച പോലെ തോന്നി. എന്ത് ചെയ്യണം എന്നറിയത്തില്ല. വല്ലാത്തൊരവസ്ഥയാണ്. ഈ സമയം നിഷ കിരണേയും കല്യാണിനെയും കാണാനായിട്ട് ചെല്ലുവാണ്. അങ്ങനെ നിഷേനെ കണ്ടപ്പോൾ കല്യാണി ഓടി വന്നിട്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ചോദിക്കുകയാണ്. സുഖമായിട്ടിരിക്കുന്ന പറയാണ്. പിന്നീട് ശാരിനെ കണ്ട കാര്യങ്ങളൊക്കെ പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കിരൺ പറഞ്ഞു, അധികം വൈകാതെ തന്നെ എന്താണ് സരയൂ സത്യങ്ങളൊക്കെ അറിയും. ഇനി അധിക കാലതാമസം ഉണ്ടാകത്തില്ലെന്ന് പറയാണ്. ഇത് കേട്ടാ നിഷ പറഞ്ഞു, ഇനിയിപ്പം സത്യങ്ങളൊക്കെ അറിഞ്ഞാലും അവൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ലല്ലോ. കയ്യിലൊരു കുഞ്ഞും കൂടെ ഇല്ലേന്ന് ചോദിക്കും. അത് ശരിയാ, അവൾ അത്രമാത്രം തെറ്റുകൾ ചെയ്തിട്ടുണ്ട് നിഷേ. അതുകൊണ്ട് അവൾക്ക് ഇങ്ങനെ ഒരു ഇത് കിട്ടിയിരിക്കുന്നത്. അവൾ ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പാടില്ല. കാരണം ഞങ്ങളുടെ കുഞ്ഞിനെ വരെ ഇല്ലാതാക്കാണ്ട് ശ്രമിച്ചോളാം അവള്. അപ്പൊ അവൾ ഒരു കാരണവശാലും ദൈവം അങ്ങനെ വെറുതെ പെടുത്തില്ലെന്ന് പറയാ. നിഷ പറഞ്ഞു, ആ മനോഹറിന്റെ നല്ല ശിക്ഷ കിട്ടണം. അവനെ അങ്ങനെ വെറുതെ വിട്ടുകൂടാന്ന് പറയണം. എല്ലാരും കൂടെ കൂട്ടി അവനെ ചവിട്ടി കൂട്ടണമെന്ന് പറയണം. അവന് ഒരിക്കലും പുറത്തിറങ്ങലെന്ന് പറയണം. ഇത് കേട്ടതും കിരൺ പറഞ്ഞു, അതിന്റെ ആവശ്യമൊന്നുമില്ല. സരി ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ ഉറപ്പായിട്ടും അവനെ തീർക്കും. അത് മാത്രമല്ല, അവളുടെ സമനില തെറ്റുകയും ചെയ്യും. അവൾ ഇപ്പൊ ഒന്നും അറിയരുത്. അവൾ ഇച്ചിരി പതുക്കെ അറിയട്ടെ. എന്താണെന്ന് കുഞ്ഞൊക്കെ പറഞ്ഞല്ലോ, അവളുടെ അഹങ്കാരം ഇത്തിരിയൊന്നും അല്ല. ഇപ്പോഴും അവൾക്ക് കൊമ്പ് മുളച്ചോലെ അവളുടെ സംസാരമൊക്കെ. അവൾക്കിട്ടുള്ള പണി എന്തായാലും കിട്ടാൻ പോകുന്നുള്ളൂ. അധികം വൈകാതെ തന്നെ അവൾ ആ സത്യങ്ങളൊക്കെ അറിയുമെന്ന് പറയാണ്. പിന്നീട് നിഷ അങ്ങ് പോയി കഴിയുമ്പോഴത്തേനും കിരണും കല്യാണിയും കൂടെ വീട്ടിലേക്ക് വരുവാണ്. കല്യാണി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ദീപപ്രകാശം വന്ന കാര്യങ്ങളൊക്കെ പറയാണ് വീട്ടില്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കല്യാണം പറഞ്ഞു, അമ്മ ഇന്ന് എന്തിനാ പേടിക്കുന്നേ? അയാൾ വന്നപ്പോ അയാളെ അങ്ങോട്ട് ആട്ടി ഇറക്കി വിടാൻ വരാനും ചോദിക്കണം. എനിക്കുണ്ടായിരുന്നു മോളെ, പക്ഷെ വീട്ടിൽ കയറി വന്നതല്ലേ. അതിന്റെ മര്യാദ, പിന്നെ മര്യാദ, അയാൾക്ക് മര്യാദ കൊടുക്കാനായിട്ട്. എന്റെ മോളെ, ആട്ടി ഇറക്കുന്നതിന്റെ പരിധിയില്ലേ. അങ്ങേർക്ക് പിന്നെ നാണമില്ല. എത്ര കൊണ്ടാലും അയാൾ വലിഞ്ഞു കയറി വീണ്ടും വരും. ഇന്ന് തന്നെ കണ്ടില്ലേ, എത്രയോ വട്ടം ആട്ടി ഇറക്കിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും അയാൾക്കൊരു പുത്തരിയല്ലെന്ന് പറയും. അയാൾ വെല്ലുവിളിച്ചിട്ട് പോയക്ക് ഉടനെ കല്യാണം നടക്കുമെന്ന്. ഇത് കേട്ടെന്ന് കിരൺ പറഞ്ഞു, അങ്ങനെ ആശ്വസിച്ചിരുന്നോട്ടെ. എങ്കിലല്ലേ നമുക്കും ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയാണ്. കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് സത്യങ്ങൾ എന്തായാലും അയാൾ അറിയും. അപ്പോഴയാൾ തകർന്ന് തരിപ്പണമായിപ്പോ. അതുപോലെ തന്നെ ഒരു പണി കിട്ടാൻ പോവാ ആ സരയൂരെന്ന് പറയാണ്. ഇത് കേട്ടൻ ദീപ ചോദിച്ചു, അതെന്താ മോനെ അങ്ങനെ പറഞ്ഞേ? നിഷേനെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. മനോഹർ അവിടെ ഉണ്ട്, ഇതുവരായിട്ടും പോയില്ല. അധികം വൈകാതെ തന്നെ മനോഹർ ഒരു മുങ്ങലങ്ങോട്ട് മുങ്ങും. അങ്ങനെ മുങ്ങി കഴിയുമ്പോഴാണ് സരയു മനോഹറിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പോകുന്നത്. അപ്പോഴാണ് സരയു തകർന്ന് തരിപ്പണമായി പോകുന്നത്. പിന്നെ അവളുടെ സമനില ഏറ്റുമേ.
അല്ല അങ്ങനെ നമ്മളെ ദ്രോഹിക്കാൻ ശ്രമിച്ചവർക്കിട്ടൊക്കെ ദൈവമായിട്ട് പതുക്കെ പതുക്കെ പണികൾ കൊടുത്തോണ്ടിരിക്കുമെന്ന് പറയാം. ദേവ് പറഞ്ഞു, അത് പിന്നെ മോനെ, നമ്മൾ ഇതുവരെയായിട്ടും ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ലോ. എല്ലാവർക്കും നല്ലത് വരണമെന്നല്ലേ നമ്മൾ വിചാരിച്ചിട്ടുള്ളൂ. കല്യാണി മോളാണെങ്കിലും ശരി, ഞാനാണെങ്കിലും മോനാണെങ്കിലും ശരി, അന്യർക്ക് ഉപകാരം ചെയ്തിട്ടുള്ളതല്ലാതെ ആർക്കും ഒരു ഇതുവരായിട്ട് ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല. അപ്പൊ അതിന്റെ നന്മ നമുക്ക് എന്താണെങ്കിലും ദൈവം തരാതിരിക്കില്ല. അതുകൊണ്ടാ എത്ര കാലം കഴിഞ്ഞാലും കിട്ടേണ്ടതാണ് അവർക്ക് കിട്ടിയിരിക്കുമെന്ന് പറയാണ്. ഇത് കേട്ടതും കല്യാണി പറഞ്ഞു, അത് ശരിയാ, അമ്മ പറഞ്ഞ് ശരിയായിട്ടുള്ള കാര്യമെന്ന് പറയാണ്. അങ്ങനെ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. അധികം വൈകാതെ തന്നെ ഇനിയിപ്പം സരിയു ആ സത്യങ്ങളൊക്കെ അറിയും. മനോഹർ ആരായിരുന്നു എന്തായിരുന്നു ഒക്കെ. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.